നമസ്കാരം, എല്ലാവർക്കും സുബർ സാറാണ്. നമ്മളിന്ന് പ്ലസ് വൺകാർക്ക് വേണ്ടിയുള്ള ഓണം എക്സാമിന് വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഫ്രം റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അപ്പോൾ പഠിത്തമൊക്കെ കുഴപ്പമില്ലാതെ സ്കൂളിലൊക്കെ പോയി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പഠിക്കാനുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ഇത്തിരി ഈസി ആയിട്ടാണ് പ്ലസ് വണ്ണിലെ ക്ലാസ്സുകൾ മനസ്സിലാവുമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് CBSE സ്റ്റുഡൻസിന് ആ 10ാം ക്ലാസ്സിലെ ആ ബുദ്ധിമുട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ അവർ ഭയങ്കരമായിട്ട് ഈ CBSE കുട്ടികൾ വിഷമിച്ചിരുന്നു. കേരളക്കാർ അത്രയും പ്രശ്നമില്ലായിരുന്നു. പക്ഷേ CBSEക്കാർ അവിടെ ഭയങ്കരമായിട്ട് ഓൺ എക്സാം അല്ലെങ്കിൽ പീരിയഡ് ടെക്സ്റ്റ് ഒക്കെ വരുമ്പോൾ മിക്കവരും ഫെയിലാവുന്ന ഒരവസ്ഥയായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് ഇപ്പോൾ ഏകദേശം ഒരു നല്ല മാർക്കിലോട്ട് കുട്ടികൾ എത്തിയിട്ടുണ്ട്. സ്കൂളിലൊക്കെ ഓരോ യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ നടക്കുമ്പോൾ എൻ്റെ അനുഭവത്തിൽ നല്ല രീതിക്കുള്ളൊരു മാറ്റം, അല്ലെങ്കിൽ അവർ നല്ലൊരു പോസിറ്റീവായിട്ട് സന്തോഷിക്കാനുള്ളൊരു മാർഗ്ഗമൊക്കെ കിട്ടി തുടങ്ങി. പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത്, ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലെ ആ ക്വസ്റ്റ്യൻസുകൾ അല്ലെങ്കിൽ ചാപ്റ്റേഴ്സുകളെ നോക്കിക്കൊണ്ട് എല്ലാ ചാപ്റ്ററും അങ്ങനെയാണെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. കുറേ ഭീകര ജീവികളൊക്കെ അകത്തോട്ട് കയറുമ്പോൾ കാണാൻ പറ്റും. അവരെയൊക്കെ മെരുക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. അതിൽ ഒന്നാമനാണ് ട്രിഗണോമെട്രി. പിന്നെ നമ്മളുടെ സ്ട്രെയിറ്റ് ലൈൻസ് എന്ന ചാപ്റ്റർ ഉണ്ട്. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? സ്ട്രെയിറ്റ് ലൈൻസ്. പേരിൽ മാത്രമേ ഉള്ളൂ സ്ട്രെയിറ്റ്, ക്വസ്റ്റ്യൻസുകളെല്ലാം വളഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അവനെയൊക്കെ നമ്മളൊന്ന് നോത്തെടുത്ത് പ്രോബ്ലം ചെയ്യാമെന്ന് പറഞ്ഞാൽ സാധാരണ എളുപ്പത്തിൽ അങ്ങോട്ട് പറ്റുന്ന കാര്യമല്ല. പിന്നെ അങ്ങോട്ടുണ്ട് ബൈനോമിയൽ തിയറമുണ്ട്, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഉണ്ട്. ഇങ്ങനെ കുറേ ചാപ്റ്റേഴ്സുകൾ കൊള്ളാത്തതുമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ചേർന്നാണ് നമ്മുടെ പബ്ലിക് എക്സാം. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് നേരിടാൻ നല്ലൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, മുന്നിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു രീതിയിൽ കൂടെ പഠിച്ച് വന്നെങ്കിലേ നമുക്ക് ഏകദേശം ഒരു A+ എത്താൻ പറ്റുള്ളൂ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച്. അപ്പോൾ ആ രീതിയിൽ കൂടെ വേണം നിങ്ങൾ പഠിച്ചു പോകാൻ. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഫുൾ മാർക്ക് മാത്സിന് +1 എത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല രീതിയിൽ കൂടെ അത് പഠിച്ചല്ല, നമ്മൾ ചുമ്മാതെ ഫുൾ മാർക്ക് കിട്ടില്ലല്ലോ. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ കൂടെ ആക്കിക്കൊണ്ടുള്ള ക്ലാസ്സുകളും അതിൻ്റെ അനുസരിച്ചുള്ള നോട്ട്സുകൾ, പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ പാക്കേജ്, പിന്നെ ഇക്വേഷൻ ഫോർമുല ബുക്ക് നമ്മൾ പോസ്റ്റലായിട്ട് നിങ്ങളെ വീട്ടിലെത്തിച്ചിരിക്കും. ഓക്കെ, ഇതിന് ഇത്രമേ ഉള്ളൂ. 1 ഇയർ ഇത്രമേ ഉള്ളൂ. ഓക്കെ, ഇത്ര കൊണ്ട് എല്ലാം തരും. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708540 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജോ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് y = x + 2 എന്ന് പറയുന്നതിൻ്റെ ഗ്രാഫാണ്. ഓക്കെ, y എന്നുള്ളത് ചിലപ്പോൾ f(x) എന്നായിരിക്കും, അല്ലെങ്കിൽ y എന്നായിരിക്കും. എന്തൊക്കെയാണ് കേട്ടോ, നമ്മുടെ റൈറ്റ് സൈഡ് നോക്കിയാൽ മതി. (x + 2) ഇതിൻ്റെ ഗ്രാഫ്. രണ്ടാമത് ഒരെണ്ണം കൂടിയുണ്ട്, y = (x - 3). ഈ രണ്ടെണ്ണത്തിൻ്റെ ഗ്രാഫും അതിൻ്റെ ഡൊമൈന്, അതിൻ്റെ റേഞ്ച് കൃത്യമായിട്ട് നിങ്ങളോട്ട് എത്തിച്ചിരിക്കും. ഓക്കെ, (x + 2) എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, (x)നേക്കാൾ 2 കൂടുതലാണ്, ശരിയല്ലേ? (x + 2) ഇത്രയേ ഉള്ളൂവെങ്കിൽ (x). (x + 2) എന്ന് പറഞ്ഞാൽ (x)ൻ്റെ വാല്യൂവിനേക്കാളും 2 കൂടുതൽ. ഇവിടെ എന്താ മോനെ, (x)ൻ്റെ വാല്യൂവിൻ്റെക്കാളും 3 കുറവ് ഉണ്ടോ, (x - 3). അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസവും അതിൻ്റെ ഗ്രാഫിലുണ്ടാകുന്ന ചേഞ്ചസ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം (x)ൻ്റെ ഗ്രാഫ് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം. (x)ൻ്റെ ഗ്രാഫ് ദണ്ട് ഇങ്ങനെ മോനെ, (x)ൻ്റെ ഗ്രാഫ് V ഷേപ്പ് എന്നാണ് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ. ഇതാണ് (x)ൻ്റെ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ആ ഒറിജിനിൽ വന്ന് ഇങ്ങനെ ഇടിച്ചിട്ട് പോയി കറക്റ്റ് ഇത് 45 ഡിഗ്രി കേട്ടോ. കറക്റ്റ് ഈ രണ്ട് ഫുള്ളിൻ്റെ നടുക്കൂടെയാണ് വന്നത് 45 ഡിഗ്രി. ഇവിടെയും 45 ഡിഗ്രി, കറക്റ്റ് നടുക്കൂടെ. ഇനി (x) എന്ന് പറഞ്ഞാൽ നമുക്കറിയാം +or - x ആണ്. ഇതിനുള്ളിലെ +x എന്ന് പറയുന്ന ഭാഗമാണിത്. y = +x, ഇത് y = -x. രണ്ടുകൂടെ ചേരുമ്പോഴാണ് y = +or - x ആയി (x) ആകുന്നത്. ഇപ്പോൾ കൃത്യമായല്ലോ. അല്ല, നമ്മളെപ്പോഴും V ഷേപ്പ് വരയ്ക്കുമ്പോഴും ഈ 2 ലൈനാണ് കണ്ടോ, ഇങ്ങനെയും ഇങ്ങനെയും. ഇത് രണ്ടും 2 ഗ്രാഫാണ്. (x)നെ നമ്മൾ മാറ്റുമ്പോൾ +x എന്നും കിട്ടും, -x എന്നും കിട്ടും. ഈ +x എന്ന് പറയുന്ന ഭാഗമാണ് ഈ പോയേക്കുന്നത്, -x എന്ന് പറയുന്ന ഭാഗമാണ് ഈ പോയേക്കുന്നത്. കൃത്യമായല്ലോ. ഇങ്ങനെയാണ് (x) ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ (x + 2) എന്നുള്ളതിൻ്റെ നമ്മുടെ ഗ്രാഫ് വരുമ്പോൾ ശ്രദ്ധിച്ചോണം. നമ്മുടെ x ആക്സും y ആക്സും നല്ലപോലെ അങ്ങോട്ട് വരയ്ക്കണം. ഓക്കെ, ഒരുവിധം, അല്ലാതെ അങ്ങ് വലിയതായിട്ടല്ല. എന്നിട്ട് 1 2 3 4 5 1 2 3 4 -1 -2 1 2 3 4 -1 1 2 3 4. ഓക്കെ, അപ്പോൾ അതൊക്കെ മനസ്സിലായി. ദിസ് ഈസ് x ആക്സിസ് ആൻഡ് ദിസ് ഈസ് y ആക്സിസ്. ഓക്കെ, അപ്പോൾ നമുക്ക് (x + 2)നെയാണ് വേണ്ടത്. ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ ആദ്യം ലോജിക്കലായിട്ടാണ് പറയാൻ പോകുന്നത്.
മോഡുലസ് എക്സ് രണ്ട് മോനെ ഇവിടെ വന്നിട്ട് ഇടിച്ചിട്ട് പോകുന്നത് അല്ലേ. മോഡുലസ് എക്സ് ഒറിജിനൽ ഇവിടെ വന്നാൽ ഇടിക്കുന്നത് അല്ലേ. ഇത് നോക്കിക്കഴിഞ്ഞാൽ മോനെ മോഡുലസ് എക്സിനേക്കാളും 2 കൂടുതലാണ്, വാല്യൂ കൂടുതലാണ്. വാല്യൂ കൂടുമ്പോൾ ഗ്രാഫ് മണ്ടയ്ക്കോട്ട് പോകും. ഓക്കെ, ഫംഗ്ഷൻ്റെ വാല്യൂ കൂടുമ്പോൾ ഗ്രാഫ് എങ്ങോട്ട് പോകും? മണ്ടയ്ക്കോട്ട് പോയി എത്രയോടെ പോകും? 2 യൂണിറ്റ് കൂടുതലാണ്. അപ്പോൾ ദാണ്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ, ഇതാണ് മോഡുലസ് എക്സ് +2ൻ്റെ ഗ്രാഫ്. മോഡുലസ് എക്സ് ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഉണ്ടോ, ഇതായിരുന്നു മോഡുലസ് എക്സ്. മോഡുലസ് എക്സ് +2 ആകുമ്പോൾ 2 യൂണിറ്റോടെ കൂടി ഇവിടെ എത്തി. അങ്ങനെയാണ് മോഡുലസ് എക്സ് +3 ഇവിടെ ആയിരിക്കും, മോഡുലസ് എക്സ് +4 ഇവിടെ ആയിരിക്കും, മോഡുലസ് എക്സ് +5 ഇവിടെ ആയിരിക്കും, മോഡുലസ് എക്സ് +1 ഇതായിരിക്കും. അപ്പം മോഡുലസ് എക്സ് മൈനസ് എന്തായിരിക്കും? താഴോട്ടായിരിക്കും. അത്രയേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ മെത്തേഡ്. ഈ മെത്തേഡാണ് നമ്മുടെ മനസ്സിൽ കുറിക്കേണ്ടത്, മറന്നു പോവാതെ സൂക്ഷിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മോഡുലസ് എക്സ് +2. അപ്പോൾ മോഡുലസ് എക്സ് +3 ആയിരുന്നെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പോകും. മോഡുലസ് എക്സ് +1 ആയിരുന്നെങ്കിലും ഇത് 1 ആണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ 1 വന്ന് ഇടിച്ചിട്ട് പോകും. ഓക്കെ, മോഡുലസ് എക്സ് എന്ന് പറയുമ്പോൾ മോഡുലസ് എക്സ് +0 ആയിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ വന്ന് ഇടിച്ചിട്ട് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. മോഡുലസ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡുലസ് എക്സ് +0, അതുകൊണ്ടാണ് 0 വന്ന് ഇടിച്ചത്. കൃത്യമായല്ലോ. ഇത് വേണം. ഇങ്ങനെയാണോ നിങ്ങൾ പഠിച്ചത്? ഇങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്. മോഡുലസ് എക്സ് എന്ന് പറഞ്ഞാൽ 2 പ്ലസ് എക്സും മൈനസ് എക്സും, ഇത് +x, ഇതെന്താണ്? -x. ഓക്കെ, ഇനി മോഡുലസ് എക്സ് -3. ഇതിൻ്റെ ഡൊമൈൻ റേഞ്ച് ഉണ്ട് അല്ലേ, ഡൊമൈൻ. ഓക്കെ, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് R എന്നെടുക്കാം. ബിക്കോസ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് മീൻ ബൈ ഡൊമൈൻ? ഒരാൾ ഡൊമൈൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്? നമ്മളൊരു ഓടേഡ് പേരിനുള്ളിൽ ആദ്യത്തെ നമ്പറുകളെ എടുത്തൊരു സെറ്റാക്കി എഴുതുമ്പോൾ ഡൊമൈൻ കിട്ടും, അതും ഡൊമൈനാണ്. ബട്ട് നമുക്ക് വേണ്ടത് ജനറൽ ഫോം. വാട്ട് ഈസ് എ ജനറൽ ഡെഫിനിഷൻ ഓഫ് ഡൊമൈൻ? അത് ചോദിച്ചാൽ ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ് ഈസ് കോൾഡ് ഡൊമൈൻ. ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷനുള്ളിലെ എക്സിന് നമുക്ക് ആരെയൊക്കെ കൊടുക്കാം, അതെല്ലാം ഡൊമൈനിലാണ്. അപ്പോൾ നമുക്ക് എന്തോ ഈ എക്സിൻ്റെ പ്ലേസിൽ ആരെങ്കിലും കൊടുക്കാൻ പറ്റാതെ വരുന്നുണ്ട്. 5 കൊടുക്കുക, 6 കൊടുക്കുക, 7 കൊടുക്കാം, 10 കൊടുക്കുക, 1000 കൊടുക്കുക, 1,00,000 കൊടുക്കാം. ആരെയും കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് ഡൊമൈൻ ഈസ് R. ഓക്കെ, അപ്പോൾ ഡൊമൈൻ കിട്ടി. നെക്സ്റ്റ് റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു മൊബൈലൊക്കെ വിളിക്കുമ്പോൾ പറയാറുണ്ട്, റേഞ്ച് എനിക്ക് കിട്ടുന്നില്ല, ഞാനൊന്ന് വെള്ളോട്ടിറങ്ങി നിൽക്കട്ടെ. അപ്പോൾ വെള്ളോട്ടിറങ്ങി നിന്ന് നിങ്ങൾക്കറിയാം എവിടെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ക്ലിയർ ആവും നമ്മുടെ വോയിസ്. അവിടെ തൊട്ട് നമ്മുടെ റേഞ്ച് തുടങ്ങുകയാണ് അല്ലേ. നമ്മളതിൽ വൈഫൈയുടെ ഒക്കെ റേഞ്ച് നമ്മൾ കുറച്ച് ദൂരം ഒരു 100-150 മീറ്ററൊക്കെ ഉള്ളിലാകുമ്പോഴത്തേക്ക് അതിൻ്റെ റേഞ്ച് തീരും ഇല്ലേ. അപ്പോൾ അവിടെ വരെയാണ് റേഞ്ച്. അപ്പം എവിടം തൊട്ട് എവിടം വരെ, അതിൽ റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. നമ്മൾ ഇവിടെ അത് തന്നെയാണ്, എവിടം തൊട്ട് എവിടം വരെയാണ് ആൻസർ കിട്ടുന്നത്, ദാറ്റ് ഈസ് റേഞ്ച്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ആൻസർ കണ്ടോ, ഗ്രാഫിൽ നിന്ന് മനസ്സിലാവും. മോനെ ഈ ഗ്രാഫ് y ആക്സിസിൽ നോക്കണം. y ആക്സിസിൻ്റെ പൊക്കത്തിൽ എവിടം വരെ വന്നിട്ടുണ്ട്? y ആക്സിസിൻ്റെ പൊക്കത്തിൽ ഇവിടം വരെ താന്നേക്കുന്നത് കണ്ടോ. ഇവിടെ ഇപ്പോൾ താന്നേക്കുന്നത് മണ്ടയ്ക്കോട്ടാണ് പോകുന്ന ഗ്രാഫ്. അപ്പോൾ ഇവിടം വരെയാണ് താന്നേക്കുന്നത് നോക്കണം. 2 വരെ. അപ്പോൾ 2 തുടങ്ങുന്നത്. ദെർഫോർ റേഞ്ച് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം 2. പിന്നെ അങ്ങോട്ട് മണ്ടയ്ക്കോട്ട് പോവുക, y ആക്സിന് മണ്ടയ്ക്കോട്ട് പോവുക. അപ്പോൾ എവിടം വരെയാണെന്ന് അറിയാത്തതുകൊണ്ട് ദാറ്റ് ഈസ് ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് 2 to infinity ഈസ് റേഞ്ച്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ റേഞ്ച്. അപ്പോൾ ക്ലിയർ ആയല്ലോ ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഇതൊക്കെ കുട്ടികൾ പഠിച്ചിട്ട് വെച്ചേക്കുന്നതൊക്കെ പല രീതിയിൽ കൂടെയാണ്. അപ്പോൾ റേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീനിങ് ഉള്ളതാണ്. അത് കണ്ടുപിടിക്കേണ്ട പല വഴികളുണ്ട്. അത് നല്ലൊരു ചാപ്റ്ററാണ്, പക്ഷേ നമുക്ക് കുട്ടികൾക്ക് അത്ര ഇഷ്ടമല്ല. കാരണം നല്ല ചാപ്റ്റർ ആകുമ്പോഴേ അറിയാമല്ലോ, കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് പറയും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് അതിനുള്ളിലാണ് കൺസെപ്റ്റും ലോജിക്കും ഒത്തിരി ഉള്ളത്. ഓക്കെ, സെറ്റ്സിനേക്കാളും. ഓക്കെ, നെക്സ്റ്റ് മോഡുലസ് എക്സ് -3. മോഡുലസ് എക്സ് -3 ഇപ്പം നിങ്ങളുടെ മനസ്സിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇവനെ പിടിച്ച് താഴോട്ട് ഇവിടെ കൊണ്ടുവന്നത് -3 അത്രമേ ഉള്ളൂ. ഓക്കെ, എൻ്റെ അപ്പോൾ ഗ്രാഫ് നമുക്ക് കിട്ടുന്നത് നോക്കിക്കോളാം. എക്സ് ആക്സിസ്, വൈ ആക്സിസ് എല്ലാം വരച്ചിട്ടുണ്ട്. ദിസ് ഈസ് എക്സ് ആക്സിസ്, ദിസ് ഈസ് വൈ ആക്സിസ്. ഇത് -1, ഇത് -2, ഇത് -3, ഇത് -4, ഇവിടെ 1 2 3, -1 -2 1 2 3. ഓക്കെ, ഇനി ഇതെങ്ങനെയാണെന്ന് നോക്കണം. മോഡുലസ് എക്സിൻ്റെ ഗ്രാഫ് നമ്മൾ വരച്ചായിരുന്നു, ഇപ്പോൾ കണ്ടതേ ഉള്ളൂ. ഇതായിരുന്നു നമ്മുടെ മോഡുലസ് എക്സ് അല്ലേ. ഇതായിരുന്നു മോഡുലസ് എക്സ് ഉണ്ടല്ലോ, കണ്ടത് അല്ലേ. അപ്പോൾ ഈ മോഡുലസ് എക്സ് -3 മോഡുലസ് എക്സിനേക്കാൾ ഇവിടെ 3 കുറയട്ടെ, താഴോട്ട് പോട്ടറാ, അതുകൊണ്ട് ഇവിടം വരെ വന്നടാ, അതുകൊണ്ട് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡുലസ് എക്സ് -3യുടെ ഗ്രാഫ്. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇപ്പം മോഡുലസ് എക്സ് -4 ഒരു യൂണിറ്റ് താഴ്ന്നാൽ മതി. മോഡുലസ് എക്സ് -5 ഒരു യൂണിറ്റ് താഴ്ന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ക്ലിയറായി. ഇങ്ങനെ വേണം. അപ്പോൾ ഇപ്പം നമുക്ക് നമ്മുടെ മനസ്സിൽ ഇനി ഇവരെയൊന്നും നമ്മളാരും ഒന്ന് പഠിപ്പിക്കേണ്ട, അറിയാം. അപ്പോൾ നമുക്ക് ഗ്രാഫ് കിട്ടി. ഇനി ഇതിൻ്റെ ഡൊമൈൻ ഈസ് ഓൾവേസ് ക്യാപിറ്റൽ ഫോർ മോഡുലസ് ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഡൊമൈൻ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ. നെക്സ്റ്റ് വാട്ട് ഈസ് റേഞ്ച്? റേഞ്ച് എന്ന് പറഞ്ഞാൽ
നമുക്ക് നോക്കിയാൽ മതി. മണ്ടയ്ക്കോട്ടാണ് ഗ്രാഫ് പോയേക്കുന്നത് അല്ലേ, താഴോട്ടല്ലല്ലോ, മണ്ടയ്ക്കോട്ടാണ് അല്ലേ, ആരോ ഉണ്ട് മണ്ടയ്ക്കോട്ടാണ്. അപ്പോൾ എവിടെ വരെ താന്ന് നോക്കണം, അതാണ് ഒരു എൻഡ്. ഇവിടം വരെ താന്നുണ്ട് -3 വരെ. y ആക്സിസ് ആണ് നോക്കേണ്ടത്. ഡൊമൈൻ x ആക്സിസ് എന്നും റേഞ്ച് y ആക്സിസ് എന്നും. ദാറ്റ് ഈസ് -3 തൊട്ട് കണ്ടോ ഗ്രാഫം വേണ്ടോ, y ആക്സിസിനെ ഇവിടം വരെ ഇപ്പോൾ ഇവിടെ കാണുന്നുള്ളൂ. ഇങ്ങനെ അങ്ങ് പോവുക, അങ്ങ് മണ്ടയ്ക്കോട്ട് പോവുക, പോയി കഴിഞ്ഞാൽ ഇൻഫിനിറ്റി വരെ കേട്ടോ, ഇൻഫിനിറ്റി വരെ. അപ്പോൾ -3 to ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് ദ റേഞ്ച്. ഓക്കെ, അപ്പോൾ -3 to ഇൻഫിനിറ്റി ഇതാണ് നമ്മുടെ റേഞ്ച്. അപ്പോൾ രണ്ട് കാര്യം അടിപൊളിയായിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലായത്. മീനിങ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഒരിക്കലും ഇനി മനസ്സിൽ നിന്ന് പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ അങ്ങോട്ട് എല്ലാ ചാപ്റ്റേഴ്സിനെയും മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് എൻട്രൻസിനും ക്ലിയർ ആവും. നമ്മുടെ എൻട്രൻസ് ക്ലാസ് കൊണ്ട് ജോയിൻ ചെയ്യാം. രണ്ടും കൂടെ ആകുമ്പോൾ നമ്മുടെ ഫീസിന് നല്ല കൺസെഷൻ ഉണ്ടാവും, എല്ലാം കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്നും പഠിക്കേണ്ട, ചാനൽ ഫോളോ ചെയ്തോണം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.